തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? കുങ്കുമമുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? എല്ലാവരും ഉണ്ടോ? ഇപ്പൊ ശരി. ഹാപ്പി അല്ലേ? ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹര ഹര മഹാദേവ്. ഹേ പരമേശ്വര, ഒരു ദിവസം നമ്മുടെ പരമശിവൻ ഭ്രാന്തനായി. എപ്പോഴാ? പാവൻ സതി, ശിവനോടുള്ള മഹാപ്രേമോദിയായ സതി ചിതയിലേക്ക് എടുത്ത് ചാടി. ചിതയല്ലല്ലോ, ഹോമകുണ്ഡത്തിലേക്ക് എടുത്ത് ചാടി. ക്രോധയായിട്ട് അച്ഛൻ സ്വന്തം പതിയെ അപമാനിച്ചുള്ള വിഷാദഭാരവും മുമ്പ് ഉള്ള വേറൊരു വിഷയവും കാരണം സതീദേവി അഗ്നിയിലേക്ക് എടുത്ത് ചാടി ആത്മാഹൂതി ചെയ്തു. അല്ലേ? സതി അനുഭവിച്ചു. സതിയല്ലല്ലോ അത്, അല്ലേ? ഹോമകുണ്ഡത്തിലേക്ക് ചാടി സ്വന്തം ശരീരത്തെ അഗ്നിക്ക് സമർപ്പിച്ചപ്പോൾ പാവം പരമേശ്വരന്റെ ഏക പ്രണയിനി അവൾ നഷ്ടപ്പെട്ടപ്പോൾ ശിവൻ മഹാഭ്രാന്തനായി. അവളുടെ പാതി വന്ന ശരീരവും എടുത്തുകൊണ്ട് ശിവൻ ചുവലിട്ടുകൊണ്ട് ഭൂലോകം ഭൂഖണ്ഡങ്ങൾ മുഴുവൻ ഇങ്ങനെ നടന്നു. പ്രപഞ്ചം മൊത്തം നടന്നു. ദേവതകള് ഭയഭീതരായി. സൃഷ്ടിയുടെ സംഹാരത്തിന്റെ പാലനത്തിന്റെ എല്ലാം ബാലൻസ് തെറ്റാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. വിഷ്ണു സ്വന്തം ചക്രത്താൽ ആ ശരീരത്തെ ഖണ്ഡങ്ങളായി 51 ഖണ്ഡങ്ങളായി അത് ഭാരതഭൂമിയിൽ അവിടെ ഇവിടേക്കായിട്ട് വീണു. അവിടെയെല്ലാം ശക്തിസ്ഥാനങ്ങളായ ക്ഷേത്രങ്ങള് പടുത്തുയർത്തുകയും ചെയ്യപ്പെട്ടു. ശിവൻ മൗനിയായി. ശിവൻ മൗനമായി. ശിവനാത്മാവിലേക്ക് ഉൾവലിഞ്ഞ് കേവലം ഒരു അസറ്റിക്കായി, താപസനായി നിലകൊണ്ടു. കാരണം ശക്തിയില്ലെങ്കിൽ പിന്നെ ശിവൻ കേവലം മൗനം മാത്രമാണ്. ശിവൻ ആ മൗനത്തിൽ ആണ്ടുപോയി. വീണ്ടും സകലിൽ നിന്നും താളം തെറ്റാൻ തുടങ്ങി. ശിവൻ മഹാത്യാഗിയാണല്ലോ, അല്ലേ? ശിവന്റെ സ്വരൂപം തന്നെ ത്യാഗസ്വരൂപമാണ്. അപ്പോൾ സതിക്ക് അങ്ങനെ ശിവനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? സതി വേറൊരു രൂപം കൊണ്ടുവന്നു. എന്താണ് ആ രൂപം? ഹിമവത് പുത്രിയായ ശ്രീ പാർവതി, അല്ലേ? പാർവതിയായി അവൾ ഹിമവത് രാജാവിന്റെ മകളായിട്ട്, ഹിമവാന്റെ മകളായിട്ട് അവള് പുനർജനിച്ചു. അവൾക്ക് ആരെ പരിണയിക്കണം? കേവലം ശിവതത്വത്തെ. അവൾ തപസ്സാരംഭിച്ചു. കാരണം ശിവൻ തപസ്സിലായ ശിവൻ വിവാഹം കഴിക്കുമോ? സന്യാസിയായില്ലേ? സർവ്വതിനെ ത്യജിച്ച് കേവലം മൗനത്തിലാണ്ടിരിക്കുന്ന ശിവൻ ആരെ വിവാഹം കഴിക്കാനാ? അവിടെ ആ സതിയിൽ മാത്രം മനസ്സ് അർപ്പിച്ചിരുന്ന ശിവൻ സതിയും കൂടെ അപ്രത്യക്ഷമായപ്പോൾ സർവ്വതിനെയും വിട്ട് സ്വന്തം ആത്മാവിലേക്ക് മടങ്ങി. ആ ധ്യാനത്തില് മഗ്നനായി ശിവനിരിക്കുമ്പോൾ ഇവിടെ ശ്രീ പാർവതി തപസ് തുടങ്ങി. കഠിനമായ തപസ്, ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കഠിനമായ തപസ് തുടങ്ങി. ഭക്ഷണം ഒരു നേരമാക്കി, ഫലമൂലാദികൾ മാത്രമാക്കി, പതുക്കെ ഉണക്ക ഇലകൾ കഴിച്ച് പാർവതി തപസ് ചെയ്തു. കാരണം തപസ് കൊണ്ട് പോലും ശിവനെ തോൽപ്പിക്കണം, അല്ലേ ശിവനെ കിട്ടില്ല. പാർവതി ചെയ്ത തപസ് ശിവനും ചെയ്തിട്ടില്ല. മഹാതപസ്വിനിയാണ് ശ്രീ മഹാപാർവതി. അവളുടെ ആ കഠിന തപസ്സിന്റെ ഫലമായി ശിവന് പ്രത്യക്ഷപ്പെടേണ്ടി വന്നു, ഇല്ലേ? അങ്ങനെയാണല്ലോ കഥ. ആദ്യം വന്ന് പരീക്ഷിച്ച് പറയും, എന്തിനാ വെറുതെ ചുടലമാടനെ കെട്ടുന്നേ? എന്തിനാ ഈ ഒന്നുമില്ലാത്ത ഈ ജടാമുടി നീട്ടി വളർത്തിയ ഈ അഘോരി എന്തിനാ വിവാഹം കഴിക്കുന്നേ? വല്ല ആവശ്യമുണ്ടോ?
നിനക്ക് വേറെ വല്ലതും കിട്ടിക്കൂടെ? വേറെ നല്ല നല്ല എത്ര സുന്ദരന്മാരുണ്ട്, നീയാണ് രാജകുമാരി, അതിസുന്ദരി. നിനക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും അനേകം ഉത്തമ പുരുഷന്മാരുള്ളപ്പോൾ ഈ അധമ പുരുഷൻ നീ എന്തൊരു വിവാഹം കഴിക്കണം? അതൊന്നും പാർവതി ഇഷ്ടപ്പെട്ടില്ല. മോശപ്പെട്ടെന്നൊക്കെ പറഞ്ഞില്ലേ? പാർവതി ക്രൂരതയായപ്പോൾ ശിവൻ തന്നെ അവിടെ നിന്ന് മുങ്ങി. കാരണം പാർവതി കോപം താങ്ങാൻ ശിവനും പറ്റില്ല. കയ്യങ്ങ് മുങ്ങി വേറെ സ്വന്തം സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, വിവാഹമൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ ശിവപാർവതി പരിണയം എത്തി. തപസ്വിനിയാണ്, മഹാതപസ്വിനിയായ പാർവതി ശിവന്റെ എന്താ പറയാ ആൺകൂട്ടർ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക മട്ടുപ്പാവില്. അച്ഛന് തീരെ താല്പര്യമില്ല, താപസനാണല്ലോ ശിവൻ. പക്ഷേ കൈ കാശൊന്നും ഇല്ലല്ലോ, മറ്റു സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒന്നും ഇല്ല അല്ലേ? അതുകൊണ്ട് കെട്ടിച്ചു കൊടുക്കാൻ അച്ഛൻ്റെ മടിയുണ്ട്. അമ്മറ മഹാറാണി ഏതായാലും കാണാമെന്നും പറഞ്ഞ് ആൺകൂട്ടർ ചെറുക്കൻ്റെ കൂട്ടർ വരുന്ന നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതാ അങ്ങ് ദൂരേന്ന് വാദ്യഘോഷങ്ങളും ബഹളങ്ങളും ഒക്കെ കേൾക്കുന്നു. ശിവന്റെ വരവായി. ഒരു വലിയ കാളപ്പുറത്ത് ഭസ്മഭൂഷിതനായി സർവം ഭസ്മം തേച്ച ആ പരമേശ്വരൻ എഴുന്നള്ളുകയായി. കൂടെ ആരാ പാർട്ടിക്കാര്? ഭൂതം പ്രേതം പിശാച വേതാളാദി സർവഗണങ്ങളും ഉണ്ട് ഇല്ലേ? ഇവരൊക്കെ അടിച്ച് പൂക്കുറ്റിയായിട്ടൊക്കെ ആയിരിക്കും വരിക അല്ലേ? അത് സാധാരണ സാധനമൊന്നുമല്ല, ഭാംഗും ചരസും LSDയും ഒക്കെ അടിച്ച് ഇങ്ങനെ ഉന്മത്തരായിട്ട് ശിവനൊപ്പം ഭൂതഗണങ്ങൾ വരികയാണ്. ആ ഭൂതഗണങ്ങളെയാണ് പ്രത്യേകിച്ച് ആരെയും ക്ഷണിക്കണ്ടല്ലോ, ശിവന്റെ ഗണങ്ങൾ തന്നെ. അവരൊക്കെ ആയിട്ട് ചെറുക്കം കൂട്ടി ഇങ്ങനെ വരുന്നു. ഇത് മട്ടുപ്പാവിലിരുന്ന അമ്മ മഹാറാണി കണ്ടു, ബോധശൂന്യായി. ഇത്രയും ഭീകരത അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്ര ഭയങ്കരമാണ് ശിവന് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ. ശിവൻ സന്തോഷപൂർവ്വം ആനന്ദപൂർവ്വം വന്നെത്തിയാണ്. ഇത് കണ്ട പാർവതിക്ക് പുഞ്ചിരിയാണ് ഉണ്ടായത്. കാരണം എല്ലാവരും കല്യാണത്തിന് വലിയ ഉത്തമന്മാരെ അല്ലേ ക്ഷണിക്കാറുള്ളൂ. ഇവിടെയോ സർവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ശിവപാർവതി പരിണയത്തില് സമസ്ത ദേവതകളും സമസ്ത അസുരന്മാരും സമസ്ത ഭൂതപ്രേത പിശാചികളും സർവരും പങ്കെടുത്തു. അങ്ങനെ ആ വിവാഹം നടക്കുകയാണ്. എന്താ ഈ വിവാഹം? എന്ത് മനോഹരമായി ഗുരുക്കന്മാർ നമുക്ക് കഥാരൂപത്തിൽ തത്വങ്ങളെ പറഞ്ഞു. കഥ കേട്ടിരുന്നാൽ കുട്ടിയായി, വളർന്നവൻ കഥയിലെ കാര്യം അന്വേഷിക്കണം. ഈ പരിണയം ആത്മാവിന്റെ മനസ്സിനോടുള്ള പ്രണയമാണ്. പാർവതി എന്നാൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, പ്രകൃതി തന്നെയാണ് ശ്രീ പാർവതി. അവളോടുള്ള അവന്റെ അഗാധമായ പ്രണയം അത് ആരാ ഉണർത്തിയത്? അവളാ ഉണർത്തിയത്. അവനിൽ പ്രേമം പോലുമില്ല, കേവലം ശാന്തി സ്വരൂപനാണ്. അവൻ പ്രേമഭാവത്തെ കോരി ഒഴിച്ചത് ആരാണ്? പാർവതി. പാർവതിയുടെ തപസ്, പ്രകൃതിയുടെ തപസ്. പ്രകൃതി ആ പുരുഷനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മഹാപ്രണയത്തില് പക്ഷെ നമ്മൾ ഇത് കാണുന്നില്ല. നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും പരസ്പരം പ്രണയത്തിനാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ അജ്ഞാനനിപുണമായ ലോകത്തിലേക്ക് പോകുന്നു. പക്ഷേ ഈ ശിവപാർവതി പരിണയം നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. ഇതാണ് അഘോരന്റെ മാർഗം. നമ്മുടെ മനസ്സിനെ നമ്മൾ വിവാഹം കഴിക്കണം. നമ്മുടെ ആത്മാവായിരിക്കുന്ന പരമേശ്വരനെ ഞാനാകുന്ന മനസ്സ് പ്രണയിച്ച് തപസ് ചെയ്ത് വശത്താക്കി സ്വന്തമാക്കണം. അപ്പൊ ശിവനാരാണ്? സ്വന്തം ആത്മസത്യം, നിശ്ചല തത്വം, ശാന്തി. ഞാനാരാണ്? മനസ്സാണെങ്കിൽ ഞാൻ ശിവനെ പ്രണയിക്കുക, ശിവനാണെങ്കിൽ ഞാൻ ശക്തിയെ പ്രണയിക്കുക. രണ്ടും രണ്ടാണോ? അല്ല. അഗ്നിയും അതിൻ്റെ ചൂടും പോലെ ഒന്നാണ് മനസ്സും ഞാനും. ഈ മനസ്സിനെ ബ്രഹ്മത്തിന് സമർപ്പിച്ചാൽ അത് ബ്രഹ്മം തന്നെയായി. ശിവനിലേക്ക് സമർപ്പിച്ച മനസ്സ് ശിവതത്വം തന്നെയായി മാറും. ആ ശിവതത്വത്തെയാണ് ശിവപാർവതി പരിണയം, പ്രണയം എന്നൊക്കെ വിളിക്കുന്നത്. എത്ര മനോഹരമാണ്, എത്ര ഉദാത്തമാണ് ഈ സങ്കല്പങ്ങളൊക്കെ, എത്ര അത്ഭുതകരമാണ് ഈ കഥകളൊക്കെ. ഒരു പ്രശ്നമില്ല, സർവരും കൂടട്ടെ. സർവഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുകളും കർമ്മങ്ങളും കർമ്മദോഷങ്ങളും ഒക്കെ നമ്മുടെ കൂടെ വന്നോട്ടെ. നല്ലവരും ചീത്തവരും കെട്ടവരും ഒക്കെ കൂടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വിവാഹം നമ്മുടെ ഉള്ളിൽ നടക്കണം. ഈ ശിവനും ശക്തിയും പരസ്പരം സംയോഗത്തിൽ ഏർപ്പെടണം. ആ ശിവശക്തിക്ക് രൂപമാണ് ആ പരമേശ്വര തത്വം. ശിവനും ശക്തിയും രണ്ടായിട്ട് കാണരുത്, ഒരേ സത്യത്തിന് രണ്ട് വശങ്ങളാണത്.
ഇതാണ് ശിവ പാർവതി പരിണയ കഥ. എന്താണ് പാട്ടില്ലേ? പ്രണയം കൊണ്ടെഴുതിയ കവിത ഹൃദയാമൃതം അതിൻ ഭാഷ എന്നാണോ? ഹൃദയം കൊണ്ടെഴുതിയ കവിതയല്ലേ? ഹൃദയം കൊണ്ടെഴുതിയ കവിത പ്രണയാമൃതം അതിൻ ഭാഷ, അങ്ങനെയാണല്ലേ? നമുക്ക് നമ്മളെ അങ്ങ് പ്രണയിച്ചൂടെ? നമുക്ക് നമ്മളെ അങ്ങ് പ്രേമിച്ചൂടെ? നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ ശരീരങ്ങളൊക്കെ അപ്രത്യക്ഷമാവില്ലേ? തനിക്ക് താനും പെരയ്ക്ക് തൂണുമല്ലേ ഉള്ളൂ. ഇതെത്ര മുരട്ട് തത്വവാദമായിട്ടൊന്നും എടുക്കണ്ട, ഉള്ള കാര്യമല്ലേ. അപ്പോൾ എനിക്ക് ആരോടാദ്യം പ്രണയം തോന്നുന്നത്? എന്നോടാണ്. ഞാൻ എന്നെ പ്രേമിക്കണം. എന്നെ പ്രേമിക്കാന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ശരീരത്തെ വെറുക്കണമെന്നാണോ? അല്ല, എൻ്റെ ശരീരത്തെ ഞാൻ പ്രണയിക്കണം, എൻ്റെ മനസ്സിനും പ്രണയിക്കണം. ശരീരവും മനസ്സും മാറിക്കൊണ്ടേയിരിക്കുന്ന തത്വങ്ങളല്ലേ, അത് പ്രകൃതിയാ. ഞാനാകുന്ന സാക്ഷിയോ അത് മാറുന്നുണ്ടോ? വള്ളി നിക്കറിട്ട കാലം തൊട്ട് ആലോചിച്ച് ഇന്ന് വരെയുള്ള ഞാൻ തന്നെയല്ലേ. എൻ്റെ മനസ്സിന് പരിണാമം ഉണ്ടായി, എൻ്റെ ശരീരത്തിന് പരിണാമം ഉണ്ടായി. എനിക്കെന്തെങ്കിലും പരിണാമം ഉണ്ടായോ? ആഴത്ത് നോക്കൂ. എനിക്കെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ എന്നും ഇല്ലായിരുന്നോ? പഴയ ഫോട്ടോ എടുത്തിട്ട് പറയില്ലേ ഇത് ഞാനാണ്. അതെങ്ങനെയാണ് ഞാനാവുന്നത്? ഇപ്പം നിന്നെ നോക്കിയാൽ താടിയും മുടിയും അല്ലെങ്കിൽ തലമുടിയൊക്കെ നീട്ടി വളർത്ത സ്ത്രീയും പുരുഷനും ഒക്കെ ആയിട്ടിരിക്കുന്ന നീ ആണോ പണ്ടുണ്ടായിരുന്ന നീ ആണോ? നിക്കറിട്ട് നടന്ന കാലത്തെ ഞാനാണോ ഇപ്പോഴത്തെ ഞാൻ? പക്ഷെ എങ്കിലും നമ്മൾ പറയാറില്ലേ ഇത് ഞാൻ തന്നെയാണെന്ന്. ഞാൻ ഏതാ? ഞാനീ പറയുന്ന, ഞാനീ ഉദ്ദേശിക്കുന്ന ഞാൻ ഏതാ? നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സത്യമല്ലേ ഞാൻ? എന്നെയല്ലേ ഞാൻ സദാ ഉദ്ദേശിക്കുന്നത്? എൻ്റെ രൂപം മാറി വരുന്നെങ്കിൽ ഞാൻ മാറുന്നില്ല എന്ന അനുഭവം നമുക്ക് ഏവർക്കും ഉള്ളതാ അല്ലേ? ഇല്ലാത്തതാണോ? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇതാണ് അധ്യാത്മം, ആത്മം, എന്നെ സംബന്ധിച്ചറിവ്. അപ്പം നമുക്ക് നമ്മളെ അങ്ങ് പ്രണയിച്ചു തുടങ്ങാം. അതിനേക്കാൾ വലിയ ഉപാസന ഉണ്ടോ? എന്നിലേക്ക് അമർന്നിരിക്കുക, അതിനേക്കാൾ വലിയ വിപാസന ഉണ്ടോ? വിപാസനകളുടെ സംയോഗം തന്നെയാണ് തന്ത്രയോഗം ആകുന്ന അഘോര തന്ത്രയോഗം. തന്ത്രം മനസ്സിൻ്റെ രഹസ്യങ്ങൾ, ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ അടങ്ങുന്ന ടെക്നോളജി. യോഗം സ്ത്രീ പുരുഷ, അതായത് അകത്തുള്ള മനസ്സും ആത്മാവും തമ്മിലുള്ള സംയോഗം. അതിന് ആദ്യത്തെ പണി എന്താ? അഭ്യാസം അല്ലേ? ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മൾ മറന്നുപോയില്ലേ? നമ്മൾക്ക് വീണ്ടും കുട്ടികളാവാം. സന്തോഷവാന്മാരായിരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തേക്ക് കിടക്കാൻ യോഗ്യതയുള്ളൂ അല്ലേ? കുട്ടികളിപ്പോൾ നിഷ്കളങ്കരാവണം. അപ്പം നമുക്ക് പതുക്കെ ഒന്നിട്ട് ശ്വാസത്തെ ഒന്ന് നോക്കാം. രാവിലെ ചെയ്ത് കേട്ടോ. സ്വസ്ഥമായിട്ടിരുന്നേ. झिलमिल सितारों का आंगन होगा, रिमझिम बरसता बारिश होगा. जागृत, स्वप्न, सुषुप्ति, तुरीയം. കോൺഷ്യസ്നസിൻ്റെ 3 സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ആണ് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുക. ഇത് ലോകമാണ്, മായാലോകം. ഉണർന്നിരിക്കുന്ന വ്യക്തി ബോധാവസ്ഥയാണ് ജാഗ്രത് എന്ന് വിളിക്കുന്നത്. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുന്ന അവസ്ഥയെ സ്വപ്നാവസ്ഥ എന്ന് വിളിക്കുന്നു. ഗാഠനിദ്രയിൽ ഇരുട്ടത്ത് ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്നതിനെ സുഷുപ്തി എന്ന് വിളിക്കുന്നു. ഈ 3 അനുഭവത്തിനും അപ്പുറം കടന്നു നിൽക്കുന്ന അവസ്ഥയാണ് തുരീയം. ചിന്താശൂന്യമായി സന്തോഷത്തോട് ശാന്തമായിരിക്കുന്ന അവസ്ഥ തന്നെ തുരീയത്തിൻ്റെ തുടക്കം. അത് ആഴത്തിലേക്ക് കിടക്കുമ്പോൾ സമാധി അനുഭവം ഉണ്ടാവും. വെരി ഹാപ്പി അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലോകത്ത്? പെട്രോളിനൊക്കെ വില കൂടി. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് തീരുവ
അപ്പോൾ കുറച്ചുകൊണ്ട് സാമാന്യഗതിയിൽ 2 പമ്പുകളില്ലേ, എന്തോ ഭാരതത്തിലും HP കിട്ടുമെന്ന് പറയുന്നു. പക്ഷെ നേരെ വില കൂട്ടി, 5 രൂപയുണ്ട് പെട്രോളിന് കൂടി എന്നാണ് അറിവ്. ഉണ്ടോ? ഓരോരുത്തൊരു വാറ് വന്ന ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു. സിലിണ്ടർ ഇല്ല, ഗ്യാസ് ഇല്ല, ചായക്കടകളില്ല, എല്ലാം അടയ്ക്കണോ. എല്ലാ പ്രശ്നങ്ങൾ എവിടേക്കെയാ ബാധിക്കുന്നത്. നമ്മൾ എത്ര ഡിപ്പെൻഡൻ്റ് ആയെന്ന് നോക്കുക ഓരോരുത്തരും. പണ്ട് പറമ്പിൽ നിന്ന് 2 തുണ്ടും മടലും ഒക്കെ ഒടിച്ചുകൊണ്ട് വന്ന് കമ്പും കവലും ഒക്കെ വെച്ച് തീപ്പെട്ടിയും കത്തിച്ച് കഷ്ടപ്പെട്ട റേഷൻ കടച്ച് മണ്ണെണ്ണ മേടിച്ചൊഴിച്ച് ചിരട്ടയ്ക്കകത്ത് ഒഴിച്ച് കത്തിച്ച് ചാരവും ഇട്ട് കഞ്ഞി വെച്ച് കുടിച്ചത് നമുക്കിപ്പോൾ ഇറാനിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഒക്കെ ഗ്യാസ് വന്നില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് പോകും. എന്തൊരു ലോകം. ഈ ഡിപ്പെൻഡൻസിയൊക്കെ കംഫർട്ടൊക്കെ നല്ലതൊക്കെ തന്നെയാ അല്ലേ, എളുപ്പമാ. പക്ഷേ അടിസ്ഥാനം മറക്കരുത്. അതുകൊണ്ട് എല്ലാവരും ഹോമം അങ്ങനെ ചെയ്തോളുക. ഒരു കുണ്ടം ഉണ്ടാക്കി വീട്ടിൽ വെച്ച് അത്യാവശ്യം ഗ്യാസ് ഇല്ലാതെ വരുമ്പോൾ കഞ്ഞി വെക്കാവുന്നത് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്വീകരിക്കാനൊക്കെ ഉള്ള വിഷയങ്ങളൊന്നും മറന്നു പോകാതിരിക്കുക. ശരീരത്തിനെ ആരോഗ്യകരമായിട്ട് വെക്കുക. കാരണം നല്ലൊരു സാധനമായി ശരീരം. നമ്മുടെ അമ്പലമാണ്, ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന് കേടുപാടുകളൊക്കെ ഒന്നും വരാതെ സൂക്ഷിക്കുക. ഈ ക്ഷേത്രപാലകരായിരിക്കുന്ന മനസ്സിനെ താൻ ഇരിക്കുന്നിടത്ത് ഇരുത്താതെ അതിൻ്റെ സ്ഥാനത്തിരുത്തി ക്ഷേത്രത്തെ വൃത്തിയായും ശുദ്ധിയായും വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെ ചിത്തശുദ്ധി. യോഗം പറയുന്ന ചിത്തശുദ്ധിയാണ് മനഃശുദ്ധി. ശുദ്ധമാക്കി വെക്കാൻ ശ്രമിക്കുക. അതിനുള്ളിൽ ആത്മാവിനെ ആർക്കും ശുദ്ധമാക്കേണ്ടതില്ല. അത് സ്വയം പ്രകാശസ്വരൂപമാണ്, സ്വയം ചൈതന്യസ്വരൂപമാണ്, ആത്മസത്യമാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. അടിസ്ഥാനമൊന്നും മറക്കാതിരിക്കുക. ശരീരത്തെ കൊണ്ട് ആവശ്യത്തിന് അധ്വാനിപ്പിക്കുക. അമിതമാവാതെ നോക്കുക. സുഖമായിട്ട് ഉറങ്ങുക, അതും അമിതമാവാതെ നോക്കുക. ഉണർച്ചയും ഉറക്കവും ഒക്കെ മിതമായ രീതിയിൽ സുഖകരമായിട്ട് വേണം. ശരീരത്തെ ഒത്തിരി ക്ലേശിപ്പിക്കുകയോ തീരെ ക്ലേശിപ്പിക്കാതിരിക്കുകയോ ചെയ്യാതിരിക്കുക. ആഹാരം അമിതമായിട്ട് കഴിക്കാതിരിക്കുക. എന്നാൽ ആവശ്യത്തിന് കഴിക്കാതെ ഇരുന്ന് വലിയ താപസികളായിട്ട് മാറുകയും ചെയ്യരുത്. അഘോര സാധകർ ആരോഗ്യം ഉണ്ടാവാനുള്ള ആഹാരം ശരിയായ രീതിയിൽ ഭക്ഷിച്ചിരിക്കണം. ഉപവാസമൊക്കെ വയറ്റിൽ ദഹനമില്ലെങ്കിൽ ഉപവാസം എടുത്തോളുക. വയറ്റിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഉപവാസം എടുത്തോളുക. കൂടുതൽ കഴിച്ചിട്ട് ദഹിച്ചില്ലെങ്കിൽ ഉപവാസമാവാം. അല്ലാത്ത ഉപവാസമൊന്നും ഈ മാർഗത്തിൽ ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ആഹാരം കഴിക്കുക, പ്രാണനെ സംരക്ഷിക്കുക. അന്നം കഴിക്കുന്ന എന്തിനാ? പ്രാണൻ ഉണ്ടാവാൻ. അന്നം എന്ന് വെച്ചാൽ ആഹാരം. ആഹാരം കഴിക്കുന്ന എന്തിനാ? പ്രാണൻ ഉണ്ടാവാൻ. പ്രാണൻ എന്തിനാ? ബലം ഉണ്ടാവാൻ. ബലം എന്തിനാ? തപസ് ചെയ്യാൻ. തപസ്സെന്ന് വെച്ചാൽ എന്താ? ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുന്ന തന്നെ ആ മഹത്തായ തപസ്. അല്ലാതെ എന്തിനാ ഇവിടെ വന്നത്? ഈ രൂപം കെട്ടി വേഷം കെട്ടി ഓരോ ശിവരൂപങ്ങളൊക്കെ ഇരിക്കുന്നത് എന്തിനാ? ഇവിടെ എന്തിനാ വന്നേ? പ്രാരാബ്ധകർമ്മം എന്നൊക്കെ പറയും. കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. ഒന്നുമല്ല. നമ്മുടെ നാടകം കളിക്കാൻ വേണ്ടി നമ്മൾ ഓരോ വേഷം കെട്ടിയോടെ വന്നിരിക്കുന്നു. അതും കളിച്ചോളുക. തന്നെത്താനെ ക്ലേശിപ്പിക്കാതിരിക്കുക. അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ ത്യാഗിയാണ്, ഞാൻ ഭോഗിയാണ്, അല്ലെ ഞാൻ മഹാനാണ്, മഹത്താണ്, ഒന്നും പറയാതിരിക്കുക. ഇതൊന്നുമല്ല ഞാൻ ത്യാഗിയുമല്ല, ഞാൻ ഭോഗിയുമല്ല, ഞാൻ നല്ലവനുമല്ല, ഞാൻ കെട്ടതുമല്ല, ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല. ഐ ആം നോബഡി. ഞാൻ ആണുമല്ല പെണ്ണുമല്ല. എൻ്റെ മനസ്സ് ആണായും പെണ്ണായും, എൻ്റെ ശരീരം ആണായോ പെണ്ണായോ വേഷം കെട്ടിയിരിപ്പുണ്ട്. ഇന്ന് പെണ്ണ് രൂപം എടുത്തിരിക്കുന്നതൊക്കെ പെണ്ണാണോ? ആണിൻ്റെ രൂപത്തിരിക്കുന്നതൊക്കെ ആണാണോ? അല്ല. എന്നിലെ സ്ഥിരഭാവത്തെ പുരുഷൻ എന്ന് വിളിക്കും. എന്നിലെ സന്തോഷഭാവത്തെ, ചലനഭാവത്തെ സ്ത്രീ എന്ന് വിളിക്കും. എന്നിൽ തന്നെ ആണും പെണ്ണുമുണ്ട്. എല്ലാവരും അർദ്ധനാരീശ്വര. എന്നിലെ ശിവചൈതന്യത്തെ ഉണർത്തി എന്നിലെ മനസ്സുകൊണ്ട് നിരന്തരം ആ ശിവനെ പൂജിച്ചുകൊണ്ടിരിക്കുക. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും അല്ലേ?
മനുതന് മറ്റൊരു വേല ചെയ്തിടേണ്ട പാരിൽ നാരായണ ഗുരുദേവൻ പാടിയിട്ടുണ്ട്. അതായത് മനസ്സിലുള്ള ഓരോ വിചാരങ്ങളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഇത് തപസ്സ. അവനവൻ്റെ ജോലി നല്ല സുന്ദരമായിട്ടും സത്യസന്ധയോടും ഉത്സാഹത്തോടും ചെയ്യുക, തപസ്സ. ആരോഗ്യത്തോടെ സന്തോഷത്തോടെ, ആരോഗ്യം ഉണ്ടാവാനും സന്തോഷം ഉണ്ടാവാനും വേണ്ടി ഭക്ഷണം പാകം ചെയ്യുക, തപസ്സ. വീടും പരിസരവും ശരീരവും മനസ്സും ശുദ്ധമാക്കി വെക്കുക, തപസ്സ. ഏത് കർമ്മങ്ങളും തപസ്സായി മാറും. തപസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? താപം അല്ലേ, ചൂട് ഉണ്ടാക്കുക. തലയ്ക്ക് ചൂട് പിടിപ്പിച്ച് നടക്കല്ലേ, ആ തപസ്സല്ല. തല തണുത്തിരിക്കണം, ബാക്കിയെല്ലാം ചൂടായി, അകത്തുള്ള കർമ്മങ്ങളൊക്കെ പതിയെ കത്തിത്തീരണം. അടിയുള്ള ഓരോ ഈ റോക്കറ്റൊക്കെ വിടുമ്പോൾ ഓരോരോ ഷെല്ലുകൾ ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ അവൻ ഓരോരോ ചക്രങ്ങളിൽ നിന്ന് മേലോട്ട് കയറണം, ഓരോന്നോരോന്ന് കത്തിപ്പോണം. അവസാനം എവിടെ ചെല്ലും? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ആരെ കാണാം? ശിവനെ കാണാകും ശിവശംഭോ. 6 പടികൾ കയറി ചെല്ലണം. എവിടെ 6 പടി? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, എന്താ അനാഹതം, വിശുദ്ധി, ആജ്ഞ. 6 പടിയായോ? 6 ലോകങ്ങളാ. ഭുർ, ഭുവ, സ്വഹ, മഹ, തപ. അത് കടന്നു ചെല്ലുമ്പോ സത്യം, പാതാള ലോകമാണ്. ഇരുണ്ട ലോകം പാതാളം, പ്രകാശമാനമായ ലോകം സത്യലോകം. രണ്ടും സഹസ്രാരത്തിലാണ്.